നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് വർധന ഇപ്പോൾ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഒരാൾക്ക് അടയ്ക്കേണ്ട ഇൻഷുറൻസ് തുക 50 ദിനാറിൽ നിന്ന് 100 ദിനാറായി ഇരട്ടിയായി. ഈ മാറ്റത്തിന് മുൻപ് പഴയ നിരക്കിൽ തന്നെ പുതുക്കാൻ ലക്ഷക്കണക്കിന് പ്രവാസികളാണ് തിടുക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ തിരക്കുണ്ടായത്? പുതിയ നിരക്ക് ആരെയെല്ലാം ബാധിക്കും? ഇഖാമ പുതുക്കലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്ന് വിശദമായി നോക്കാം. ഇൻഷുറൻസ് ഫീസ് വർധന. പ്രവാസികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം രാജ്യത്ത് വർഷങ്ങളായി നിലവിലുണ്ട്. റെസിഡൻസി വിസ, വിസിറ്റ് വിസ, കുടുംബ വിസ എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ്. ഇതുവരെ ഒരാൾക്ക് 50 ദിനാർ എന്ന നിരക്കിലായിരുന്നു ഇൻഷുറൻസ് ഫീസ്. പക്ഷേ പുതിയ സർക്കാർ തീരുമാനപ്രകാരം ഈ തുക 100 ദിനാറായി വർദ്ധിപ്പിക്കുകയായിരുന്നു. പുതിയ നിരക്ക് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അറിയിച്ചതോടെ പ്രവാസികളിൽ വലിയ ആശങ്കയുണ്ടായി. പ്രത്യേകിച്ച് 3ഉം 4ഉം കുട്ടികളുള്ള കുടുംബങ്ങൾ. ഉദാഹരണത്തിന് 4 അംഗ കുടുംബത്തിന് നേരത്തെ 200 ദിനാർ മതി, ഇപ്പോൾ 400 ദിനാർ നൽകണം. 6 അംഗ കുടുംബമായാൽ ഇത് 600 ദിനാറിന് മുകളിലേക്ക് പോകും. ഇതാണ് ഇപ്പോൾ തന്നെ പുതുക്കാം എന്ന തീരുമാനത്തിലേക്ക് പലരെയും നയിച്ചത്. അധികൃത കണക്കുകൾ പ്രകാരം ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ മാത്രം ഏകദേശം 70,000 ഇൻഷുറൻസ് ഇടപാടുകൾ പൂർത്തിയായി. സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇത് ഇരട്ടിയിലധികമാണ്. അക്ഷയ കേന്ദ്രങ്ങൾ, ഇൻഷുറൻസ് ഓഫീസുകൾ, ഓൺലൈൻ പോർട്ടലുകൾ എല്ലായിടത്തും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇതിന്റെ ഫലമായി 6 ഗവർണറേറ്റുകളെയും റെസിഡൻസി ഓഫീസുകളിൽ വലിയ തിരക്കുണ്ടായി. പ്രധാനമായും നടന്നത് ഇഖാമ പുതുക്കൽ, റെസിഡൻസി പുതുക്കൽ, കുടുംബ വിസ നടപടികൾ. പല സ്ഥലങ്ങളിലും ദീർഘനേരം കാത്തുനിൽക്കേണ്ട അവസ്ഥയുണ്ടായി. റെസിഡൻസി ഓഫീസുകൾക്ക് പുറമെ ഓൺലൈൻ വഴിയും അപേക്ഷകരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു. ഉയർന്ന തിരക്കിനിടയിലും ഓൺലൈൻ സംവിധാനം നിയന്ത്രിതമായ രീതിയിൽ പ്രവർത്തിച്ചതായി അധികൃതർ അറിയിച്ചു. വലിയ സാങ്കേതിക തകരാറുകളില്ലാതെ സേവനം മുന്നോട്ടു പോയത് പ്രവാസികൾക്ക് ആശ്വാസമായി. അതേസമയം സാങ്കേതിക അപ്ഡേഷന്റെ ഭാഗമായി തിങ്കളാഴ്ച രാത്രി 10 മണി മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ 2 മണി വരെ ഓൺലൈൻ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഈ സമയത്ത് പുതിയ അപേക്ഷകളും ഇഖാമ പുതുക്കലുകളും സാധ്യമല്ലായിരുന്നു. അപ്ഡേഷൻ പൂർത്തിയായതോടെ സേവനങ്ങൾ പൂർണ്ണമായും പുനരാരംഭിച്ചു. പുതിയ നിരക്ക് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. രാജ്യത്തെ പ്രവാസികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് വർധന ചൊവ്വാഴ്ച മുതൽ ഔദ്യോഗികമായി നിലവിൽ വന്നു. പുതിയ നിരക്ക് എല്ലാ റെസിഡൻസി വിസകൾക്കും വിസിറ്റ് വിസകൾക്കും ബാധകമാണ്. സർക്കാർ മേഖല, സ്വകാര്യ മേഖല ഇരു വിഭാഗങ്ങളിലുമുള്ള ജീവനക്കാർക്കും ഈ നിയമം ബാധകമാണ്. അധികൃതർ കർശനമായി വ്യക്തമാക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസ് രേഖകളില്ലാതെ പുതിയ ഇഖാമ നൽകാനാവില്ല. നിലവിലുള്ള ഇഖാമ പുതുക്കാനും കഴിയില്ല. കുടുംബ വിസ, ആശ്രിത വിസ എല്ലാ വിഭാഗങ്ങൾക്കും ഇത് നിർബന്ധമാണ്. അതിനാൽ ഇനിയും നടപടികൾ പൂർത്തിയാക്കാത്തവർ പുതിയ നിരക്ക് മനസ്സിലാക്കി ഉടൻ നടപടികൾ സ്വീകരിക്കണം. പ്രവാസി സംഘടനകൾ ഈ വിഷയത്തിൽ മിശ്ര പ്രതികരണമാണ് ഉയർത്തുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് അത്യാവശ്യമാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ ഒറ്റയടിക്ക് ഇരട്ടിയായ ഫീസ് സാധാരണ പ്രവാസികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് അഭിപ്രായം. കുടുംബങ്ങളുള്ളവർക്ക് ഇത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ്. പുതിയ നിരക്ക് നിലവിൽ വന്ന സാഹചര്യത്തിൽ പ്രവാസികൾ ചെയ്യേണ്ടത് ഇൻഷുറൻസ് പ്ലാൻ വിശദമായി പരിശോധിക്കുക, കുടുംബാംഗങ്ങളുടെ രേഖകൾ അപ്ഡേറ്റ് ചെയ്യുക, ഇഖാമ കാലാവധി മുൻകൂട്ടി ശ്രദ്ധിക്കുക. വൈകിയാൽ അധിക പിഴ, നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. 50 ദിനാറിൽ നിന്ന് 100 ദിനാറിലേക്ക് ഇരട്ടിയായ ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് പ്രവാസികളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് 70,000-ലധികം പേർ പഴയ നിരക്കിൽ നടപടികൾ പൂർത്തിയാക്കിയത് ഈ വിഷയത്തിന്റെ ഗൗരവം തന്നെ വ്യക്തമാക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വർധന ന്യായമാണോ? കമന്റ് ബോക്സിൽ എഴുതൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്